അസ്സലാമു അലൈക്കും. ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ അള്ളാഹു പ്രത്യേകതയും മഹത്വവും നൽകിയതായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസം വെള്ളം, അജ്വ, കാരക്ക പോലുള്ള ചില വസ്തുക്കൾക്കും സവിശേഷത കൽപ്പിച്ചതായി കാണാം. അത് അവയ്ക്ക് സ്വമേധയാ ഗുണമോ ദോഷമോ വരുത്താനുള്ള വല്ല കഴിവും ഉണ്ടെന്ന് വിശ്വസിക്കാനല്ല, ചില പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള മരുന്നായി അവയെ അള്ളാഹു കാരണമാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. മരുന്ന് കഴിച്ചാലും ചില രോഗങ്ങൾ ഭേദമാകാത്ത പോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കാത്ത പക്ഷം അവ കൊണ്ടും ഫലം കാണണമെന്നില്ല. അപ്രകാരം അള്ളാഹു മഹത്വം കൊടുത്ത ഒന്നാണ് അജ്വ, കാരക്ക. ആരെങ്കിലും എല്ലാ ദിവസവും അജ്വ ഈത്തപ്പഴം ഭക്ഷിച്ചാൽ ഒരു വിഷവും സിഹറും അന്നേ ദിവസം രാത്രി വരെ അവന് ഉപദ്രവമേൽപ്പിക്കില്ല എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പ്രഭാതത്തിൽ അജ്വ ഇനത്തിൽപ്പെട്ട 7 ഈത്തപ്പഴം ഭക്ഷിച്ചാൽ അന്ന് അവനെ വിഷമോ സിഹറോ ബാധിക്കുകയില്ല. ഇത് മദീനയിലെ കാരക്കയാണെന്നും മസ്ജിദുൻ നബവിയുടെ തെക്കുഭാഗത്ത് കൃഷി ചെയ്തുണ്ടാക്കിയതാണെന്നും സ്വർഗത്തിലേതാണെന്നും വെറും വയറ്റിൽ 7 കഴിക്കണമെന്നും അതിൽ ശമനമുണ്ടെന്നും ഇമാമുമാരായ ബുഖാരി, മുസ്ലിം, തിർമുദി, അഹ്മദ്, നസാഇ റഹിമഹുല്ല എന്നിവരെല്ലാം ഉദ്ധരിച്ച ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അജ്വ ഈത്തപ്പഴത്തിൽ ശമനമുണ്ട്. ഇവ അതിരാവിലെ മറുമരുന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജ്വ സ്വർഗത്തിൽ നിന്നുള്ളതാണ്, അതിൽ വിഷത്തിൽ നിന്നുള്ള ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ സിഹ്ർ ഏൽക്കാതിരിക്കാൻ അജ്വ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.